ടി ജി വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എനിക്ക് തോന്നുന്നത് 15 വർഷമായി ഒരു കോൺഗ്രസിൻ്റെ സത്യപ്രതിജ്ഞ കണ്ടിട്ട്. 10 വർഷമായി സർക്കാർ വന്നിട്ട് UDF ഒരു സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. അപ്പോൾ വന്ദേമാതരം മുഴുവൻ ചൊല്ലി അതിൻ്റെ ഒരു വിവാദം ഒരു സൈഡ് നടക്കുന്നുണ്ട്. പിന്നെ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ പേരിലൊരു വിവാദം വേറെയുണ്ട്. അങ്ങനെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പ്രാതിനിധ്യം എത്ര പേർ കൊടുത്തില്ല, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പുതിയ മന്ത്രിസഭയെപ്പറ്റി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിവാദങ്ങളെപ്പറ്റി തോന്നുന്നു? ഇതൊക്കെ ഈ UDF അധികാരത്തിൽ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. LDFൻ്റെ സർക്കാരിൽ എത്ര പ്രാതിനിധ്യം, എത്ര ജാതി, എത്ര മതം, അതാരും ചോദിക്കാറില്ല. ഒരു മന്ത്രിസഭയിൽ CPIക്ക് 4 മന്ത്രിമാരുണ്ടായിരുന്നു. LDFൽ 4 ഈഴവരായിരുന്നു. ആരും ചോദിച്ചില്ല. എന്താ എല്ലാം കൂടെ ഈഴവർക്ക് കൊടുത്തു എന്നൊന്നും ആരും ചോദിക്കും. അവരോട് ആരും ചോദിക്കാറില്ല. അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ്. അവർ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അവരധികാരത്തിൽ വരുമ്പോൾ സഭകളും ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ അവർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അവരും ഇതിലൊക്കെ ഒരു കണ്ണ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. ബട്ട് പൊതുവേ അവരെ അങ്ങനെ ഓഡിറ്റിന് വിധേയരാക്കാറില്ല. ഇവരുടെ ഗതികേട് ഇവരെ എല്ലാവരും കൂടെ ഓഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മീഡിയ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ടീമാണ് UDF. മീഡിയയോട് പോടാ പുല്ല് എന്ന് പറയുന്ന ടീമാണ് LDF. അതുകൊണ്ട് വിനു വി ജോൺ തന്നെ സതീശനെ പ്രൊബേഷനിൽ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വീഡിയോ ഞങ്ങളിലുണ്ട്, അതൊക്കെ ഞങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ഒരു ഭീഷണി. അവരാണ് സതീശനെ ജയിപ്പിച്ചതും മുഖ്യമന്ത്രിയാക്കിയതും. കുറേ അധികം അവർ പണിയെടുത്ത് കിട്ടാം. ഏഷ്യാനെറ്റ് വല്ലാതെ വേർത്തു സതീശനെ മുഖ്യമന്ത്രിയാക്കി കിട്ടാൻ. പക്ഷേ സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ട് സതീശൻ പണ്ട് പറഞ്ഞ കാര്യം, ഈ സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ കാര്യം, അത് തന്നെ ചെയ്യേണ്ടി വന്നു. ഗതികേട് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ സന്ധ്യയ്ക്ക് ലത്തീൻ സഭയുടെ ആസ്ഥാനത്തേക്ക് ഓടി പോകേണ്ട കാര്യം സതീശനില്ല. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പറയും. ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ എടുത്ത് കാണിച്ചാൽ പറയും, ഞാനത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നും കൂടെ നിങ്ങൾ നോക്കണം എന്നൊക്കെ പറയും. അതാണ് രാഷ്ട്രീയത്തിലെ സ്ഥിരം നമ്പറുകളാണ് ഇതൊക്കെ. എൻ്റെ പ്രസംഗം വളച്ചൊടിച്ചതാണ്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്, അങ്ങനൊരു പ്രയോഗം. അതിങ്ങനെ ഫിറ്റായിട്ടിരിക്കുന്നു. നമ്മൾ ബുദ്ധിമുട്ടി അത് അടർത്തി അങ്ങോട്ട് എടുത്തിട്ട് പുള്ളിയെ ചീത്തയാക്കുന്നു. വാസ്തവത്തിൽ ലത്തീൻ സഭ വരട്ടിയപ്പോൾ സതീശൻ വരണ്ടു. എന്തിന് വരണ്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ. 102 സീറ്റൊക്കെയുള്ളൊരു മുഖ്യമന്ത്രി ഇത്ര പെട്ടെന്ന് വരണ്ടു പോകും. ലത്തീൻ സഭ എന്ത് ചെയ്യാനാണ്? മന്ത്രിസഭയെ ഉരുട്ടിയിടാൻ പറ്റുമോ? അവർ വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ എന്തോ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നേരത്തെ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിരിക്കാം, അത് പാലിച്ചില്ല, അത് ഞങ്ങൾ പുറത്ത് പറയും, ഇങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് മെയിൽ നടന്നിരിക്കാം. കാരണം ഇദ്ദേഹം പോയതിന് പിന്നാലെ മുരളീധരനും CP ജോണും പോയി. CP ജോൺ വലിയ ആദർശവാനായ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഈ 3 പേരും അവിടെ ചെന്നപ്പോൾ തിണ്ണ നിരങ്ങാന്ന് ചോദിച്ചത് തിണ്ണയില്ല. ഈ ബിഷപ്പിൻ്റെ കൊട്ടാരം, ബിഷപ്സ് പാലസ് ആണല്ലോ, അതിനിപ്പോൾ തിണ്ണയൊന്നുമില്ല. അതൊക്കെ ആധുനികവൽക്കരിച്ച് അങ്ങനെ തിണ്ണയിൽ നിരങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അകത്ത് സ്വീകരണ മുറിയിലാണ് നിരങ്ങിയത് ഇവർ. എന്തിനാണ് ഇവരവിടെ പോയത്? മുരളീധരനോട് ചോദിച്ചപ്പോൾ മുരളീധരൻ പറയുകയാണ്, അത് പതിവ് സന്ദർശനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മുരളീധരൻ പതിവായിട്ട് ഈ ലത്തീൻ സഭയുടെ അവിടെ പോയി കൈമുത്തിയിട്ടാണ് പച്ചവെള്ളം കുടിക്കുന്നത് എന്നാദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഒരു പതിവ്. CP ജോണും CP ജോൺ ഈ പറഞ്ഞതിലൊന്നും വിടാത്ത ആളാണ്, ദൈവവിശ്വാസമില്ല. അതിപ്പം നല്ല കമ്മ്യൂണിസ്റ്റ്, പക്വതയുള്ള മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിനും പോകേണ്ടി വന്നു. കാരണം ലത്തീൻകാരുടെ വോട്ട് കൊണ്ടാണ് CP ജോൺ ജയിച്ചിരിക്കുന്നത്. അവരെ കണ്ടിട്ടുണ്ട്, അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഔദാര്യത്തിൽ ജയിച്ച ആളാണ്. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വി ഡി സതീശൻ സാമുദായിക നേതാക്കളുടെ അവിടെ പോവില്ല. ഈ പോവില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിൽ 2 സമുദായ നേതാക്കളേ ഉള്ളൂ.
ഒന്ന് സുകുമാരൻ നായരും മറ്റൊന്ന് വെള്ളാപ്പള്ളിയും. ഇവരുടെ അടുത്ത് പോകില്ല എന്ന് മാത്രമേ പുള്ളി ഉദ്ദേശിച്ചുള്ളൂ. ബാക്കിയൊക്കെ മതേതര പോക്കാണ്. മതേതരത്വം തകരാറിലാകുന്നത് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പോയി കാണുമ്പോഴാണ്. ബാക്കിയുള്ള സമുദായങ്ങൾക്ക് നേതാക്കളും ഇല്ല, സംഘടനയില്ല, ഒന്നുമില്ല. ആരും കാണാറുമില്ല, മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ സതീശൻ പറയുന്നത് ശിവഗിരിയിലെ സ്വാമിമാർ എന്നെ വന്ന് കണ്ടു. ഞാൻ പോയി കണ്ടു എന്നല്ല, അവരെന്നെ വന്ന് കണ്ടു. ലത്തീൻ സഭയിലോ ഞാൻ പോയി കണ്ടു. എന്താ അവർക്ക് വന്ന് കണ്ടുകൂടെ? അവർക്കൊരാവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കാണാമല്ലോ, വന്ന് കാണാമല്ലോ. വരാൻ അവർ തയ്യാറല്ല, വരുത്തിക്കും അവർ. ഇപ്പോൾ ഇത്ര ദയനീയമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് UDF, ഇതിനു മുമ്പ് കണ്ട UDF മന്ത്രിസഭ പോലത്തെ ഒരു മന്ത്രിസഭയായിരിക്കും ഇത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ മന്ത്രിസഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എ പാക്ക് ഓഫ് കോൺട്രഡിക്ഷൻസ്, പലവിധ താല്പര്യങ്ങൾ, മത താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ ഇല്ലതാനും. ജാതിയുള്ളത് ഹിന്ദു മതത്തിലാണല്ലോ. ഈഴവൻ്റെ താല്പര്യത്തിനോ നായരുടെയോ പുലയൻ്റെയോ പറയൻ്റെയോ ഉള്ളാടൻ്റെയോ താല്പര്യത്തിന് ആരെങ്കിലും ഈ മന്ത്രിസഭയിൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ലോബി കളിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. എല്ലാം ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടിയിട്ടാണ്.